കെട്ടിച്ചു വിട്ടത് 4-5 കിലോമീറ്റർ ദൂരെയാ. എന്നിട്ട് ഏതു നേരം ഇവിടത്തെ ദേവിയെ ശല്യപ്പെടുത്താൻ ഇങ്ങ് പോന്നോളൂ. അല്ല, പെട്രോൾ അടിച്ച് വണ്ടി കൊടുത്തു വിടാൻ കാശുകാരനൊരുത്തൻ അവിടെ ഉണ്ടല്ലോ, പിന്നെ വന്നൂടെ? മുത്തശ്ശി, എന്റെ അയ്യപ്പനെ കാണാനില്ല. അയ്യപ്പനെ കാണാനില്ലേ? നിന്റെ കെട്ടിയ കണ്ണനല്ലോടി? ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരുന്ന എന്റെ അയ്യപ്പ ഭഗവാനെ കാണാനില്ലെന്നാ പറഞ്ഞ. ഓ, അത് ശരി. പെട്ടെന്നങ്ങ് കേട്ടപ്പോഴേ എനിക്ക് ഭഗവാനാന്ന് തോന്നിയില്ല. പിന്നെ നിന്റെ ഭർത്താവ് നിനക്കൊപ്പം താമസിക്കുമ്പോഴേ അവനെപ്പോഴാ നിന്റെ അടുത്തുനിന്ന് ഓടിപ്പോകുന്നെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അല്ല, നിന്റെ പൂജാമുറിയുന്നേ അയ്യപ്പൻ എങ്ങോട്ടാ പോയത്? അറിയില്ല മുത്തശ്ശി, എനിക്കെല്ലാം എന്റെ അയ്യപ്പനാ. അതുകൊണ്ട് ആ വിഗ്രഹം തിരിച്ചു കിട്ടണേന്ന് പ്രാർത്ഥിക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച നിന്റെ വിഗ്രഹം നിനക്ക് തിരിച്ചു കിട്ടുമോ? കുടുംബത്തിലെ ദൈവങ്ങളെന്നും എന്റെ പ്രാർത്ഥന കേട്ടിട്ടേ ഉള്ളൂ. ആ, അപ്പൊ പിന്നെ ഈ അമ്പലത്തിലെ ദേവി തന്നെ നിനക്ക് നിന്റെ അയ്യപ്പനെ കൊണ്ട് തരുവായിരിക്കും. ആ, ഞാനിന്ന് ദേവിയുടെ മുന്നിൽ തൊഴുതോണ്ട് നിന്നപ്പോ ദേവി പറയുകയും ചെയ്തു കേട്ടോ, മഹാലക്ഷ്മി എന്ന് പറയുന്ന ഒരുത്തി വരുന്നുണ്ട്, അവൾക്ക് അയ്യപ്പന്റെ വിഗ്രഹം കൊടുക്കണോന്ന്. എടി പെണ്ണേ, നീ കൊറേ കാലമായിട്ട് അയ്യപ്പ ഭഗവാനെ ശല്യം ചെയ്തോണ്ടിരിക്കുക. നിന്റെ ഭർത്താവിന് കാലിന് സുഖമില്ല. നീ നടക്കാത്ത ഓരോരോ കാര്യങ്ങളും ഭഗവാനോട് പറഞ്ഞു കാണും. എന്റെ ഭർത്താവ് എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കണേന്ന് പ്രാർത്ഥിച്ച എടി, നടക്കാത്ത കാര്യം ഭഗവാന് ചെയ്തു തരാൻ പറ്റുമോ? എടി, അവനവൻ അർഹിക്കുന്നത് മാത്രമേ കൊതിക്കാവൂ, പ്രാർത്ഥിക്കാവൂ. അപ്പോ ദൈവം വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാതെ എന്താന്ന് വെച്ചാ ചെയ്തു തരും. ഇത് നിനക്ക് അത്യാഗ്രഹവും ദുരാഗ്രഹവും എല്ലാം കൂടെ ഒന്നിച്ച പിന്നെ ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എടി, നിന്നെ പോലുള്ള ഒരുത്തിയെ കാണാൻ ദേവിക്ക് ഒരു താല്പര്യവും ഇല്ലടി. അതുകൊണ്ട് അധികം ഒന്നും ദൈവങ്ങളെ വിളിച്ച് ശല്യം ചെയ്യാതെ എന്റെ കരുണമോളെ സ്നേഹിച്ചും അവളെ പരിചരിച്ചും നീ മുന്നോട്ട് പോകാൻ നോക്ക്. എനിക്ക് ഉറപ്പുണ്ട് കളഞ്ഞു പോയ എന്റെ വിഗ്രഹം തിരിച്ചു കിട്ടുമെന്ന്. നീ തന്നെ എടുത്താതെ എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ട് അയ്യപ്പന്റെ വിഗ്രഹം കണ്ടില്ലെന്ന് പറഞ്ഞതാണെങ്കിൽ ഉറപ്പായിട്ടും അത് തിരിച്ചു കിട്ടും. നീ ഒളിപ്പിച്ചു വെച്ച സ്ഥലത്തൊന്ന് അത് ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നാൽ മാത്രം മതി. അങ്ങനെ കള്ളം പറയേണ്ട കാര്യം എനിക്കില്ല മുത്തശ്ശി. നീ കള്ളം പറയുന്നവള് മാത്രമല്ല, കള്ളം ചെയ്യുന്നവളാ. വിവാഹം കഴിഞ്ഞെന്റെ പിറ്റേ ദിവസം തന്നെ നിന്റെ ഭർത്താവിനും ഭർത്താവിന്റെ വീട്ടുകാർക്കും അത് ബോധ്യപ്പെട്ടതാ, ഒരുത്തൻ നിന്റെ മുറി കേറിയപ്പോ തന്നെ. എന്നിട്ടും അവൻ നിന്നെ ഒഴിവാക്കാത്തതേ അവന് വേറെ പെണ്ണ് കിട്ടില്ല. അതുകൊണ്ടേ നീ വെറുതെ കള്ളം ചെയ്തില്ലെന്നൊന്നും പറയണ്ട. ചെല്ല്, ചെന്ന് കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കും. ചെല്ല്, ചെല്ലടി. എന്റെ ദേവി കാത്തോളണേ. എടാ ചേർക്ക, നീയാണോ പുതിയ ഡ്രൈവർ അവളുടെ? അല്ല, ഞാൻ കമ്പനിയിലെ സ്റ്റാഫാ. ഓ, പിന്നെ ഈ സ്റ്റാഫ് എങ്ങനെയാ ഡ്രൈവറായിട്ട് വന്ന്? ഞാനിടയ്ക്ക് മാഡത്തെ പുറത്തൊക്കെ കൊണ്ടുപോകാറുണ്ട്. ഓ, ഈ കണ്ണനാണോ കൊണ്ടുപോകാൻ പറയുന്നത്? ആ, അതെ. ഓ, ഇനി മൊത്തത്തിൽ അവളെ അങ്ങ് കൊണ്ടുപോകാതിരുന്ന കൊള്ളാം. എന്താ മുത്തശ്ശി? എന്നാ പിന്നെ അവളുമായിട്ട് ചുറ്റ്. ശരി, നടക്കട്ടെ നടക്കട്ടെ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.